നമസ്കാരം. ശ്രീമാസിലേക്ക് സ്വാഗതം. ഞാനിന്ന് കഴിഞ്ഞ ദിവസം ഈ മാസം 30-ാം തീയതി നടന്ന സബ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Given that A and B are two towns, A and B are two towns, and a car starts from A to B at a speed 55 km per hour. 55 km per hour. A നിന്ന് ബിയിലേക്ക് ഒരു കാറിൻ്റെ സ്പീഡ്. തിരിച്ച് ബിന്ന് എയിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് ബിന്ന് എയിലേക്ക് 45 km per hour സ്പീഡിൽ വേറൊരു കാറും പോകുന്നു. ദൂരം രണ്ട് സെയിം ആണ്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 120 km ആണ്. അങ്ങനെയാണെങ്കിൽ two towns A and B are 120 km apart. That is distance equal to 120 km. And a car starts from A to B at first speed എന്ന് പറയുന്നത് ആദ്യത്തെ കാറിൻ്റെ സ്പീഡ് 55 km per hour. രണ്ടാമത് ബി എയിലോട്ടൊരു കാർ വരുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് രണ്ടാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് 45 km per hour. ഇങ്ങനെ രണ്ട് കാറ് എതിർ ദിശയിലാണ്. ഒന്ന് എയിന്ന് ബിയിലോട്ടും രണ്ട് ബിന്ന് എയിലോട്ടുമാണ് പോകുന്നത്. എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് കാറുകളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആപേക്ഷിക സ്പീഡ് കാണണം. റിലേറ്റീവ് സ്പീഡാണ് നമ്മുടെ ഇവിടുത്തെ സ്പീഡ്. രണ്ട് കാറുകൾ ഒരേ ദിശയിലാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. ഇത് രണ്ട് കാറുകൾ എതിർ ദിശയിലാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 55 km per hour രണ്ട് കാറിൻ്റെ സ്പീഡും കൂട്ടിയാൽ ഇവിടെ എതിർ ദിശയില്ല. എയിന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും 55 km per hour പ്ലസ് 45 km per hour. അതായത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 km per hour. അതാണ് ഇവിടുത്തെ സ്പീഡ്. രണ്ട് വണ്ടികൾ എതിർ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ആപേക്ഷിക സ്പീഡ് കാണാൻ രണ്ട് സ്പീഡും കൂടെ കൂട്ടുക. ഒരേ ദിശയിലാണെങ്കിൽ ഇവിടെ എയിന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും വരുന്നത്. എയിന്ന് ബിയിലേക്ക് പോകുന്ന സ്പീഡ് 55 km per hour. ബിന്ന് എയിലോട്ട് വരുന്നത് 45 km per hour. അപ്പം നമുക്ക് റിലേറ്റീവ് സ്പീഡ് രണ്ട് ട്രെയിനിൻ്റെ ഉണ്ടായതുകൊണ്ട് ഒരേ ദിശയിലാണെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസവും എതിർ ദിശയിലാണ്. ഇവിടുന്ന് എയിന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും വരുന്നുണ്ട്. ഡിസ്റ്റൻസ് രണ്ടും തുല്യമാണ്. അപ്പോൾ ആപേക്ഷിക സ്പീഡ് കാണാൻ എന്ത് ചെയ്യണം? രണ്ടും കൂടെ കൂട്ടിയാൽ മതി. എതിർ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ഒരേ ദൂരമാണ്. അപ്പോൾ സ്പീഡും കിട്ടി ഡിസ്റ്റൻസും കിട്ടി. അപ്പോൾ ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് എന്ന് പറയാൻ നമ്മളിവിടെ കണ്ട ആപേക്ഷിക വേഗത. അതായത് 120 ബൈ സ്പീഡ് എത്ര? 100. ആപേക്ഷിക അതായത് അത്രയും അവറാണ്. കിലോമീറ്റർ പെർ അവറും കിലോമീറ്ററും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6/5. 6/5 അത്രയും മണിക്കൂറാണ്. ഇവിടെ കിലോമീറ്റർ പെർ അവറിലായിരുന്നു. മീറ്റർ പെർ സെക്കൻഡിൽ അല്ല, കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ 6/5 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെൻ വിൽ ദേ മീറ്റ്, എയും ബിയും മീറ്റ് ചെയ്യുന്ന സമയം ടൈമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇവിടെ ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ ആപേക്ഷിക സ്പീഡ്. അതായത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 100. എതിർ ദിശയിലായിട്ട് രണ്ടും കൂടെ കൂട്ടി. ഒരേ ദിശയിലാണെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടുകഴിഞ്ഞു. രണ്ടും കൂടെ കൂട്ടിയ ആ ആപേക്ഷിക വേഗതയാണ് നമ്മുടെ വേഗത. അതായത് നമുക്ക് 6/5 മണിക്കൂറെന്ന് വന്നു. നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ്. നമുക്കിവിടെ മിനിറ്റിലാണ് ഓപ്ഷൻ തന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ മിനിറ്റ് ആക്കണം. അപ്പോൾ 6/5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 ഇട്ട് ഗുണിക്കണം മിനിറ്റിലാക്കാൻ. 1 മണിക്കൂർ 60 മിനിറ്റ് ആണെങ്കിൽ 6/5 മണിക്കൂർ എത്ര മിനിറ്റാണ്? 6/5 × 60. അതായത് 12 × 6 72 മിനിറ്റ് വരും. അതാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ്. എനിക്ക് കൂടെ പറയാം. രണ്ട് ടൗണുകൾ, ഒന്ന് എയും ഒന്ന് ബിയും. എന്ന് ബിയിലോട്ടൊരു കാറ് പോകുന്നുണ്ട്. അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 55 km per hour ആണ് തന്നിട്ടുണ്ട്. ഇനി തിരിച്ച് ബിന്ന് എയിലോട്ട് വേറൊരു കാർ വരുന്നുണ്ട്. അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 45 km per hour ആണ് തന്നിട്ടുണ്ട്. എന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എതിർ ദിശയിലാണ് വരുന്നത്. എന്ന് ബിയിലേക്കും
ബിന്ന് എയിലേക്കും വരുന്ന രണ്ട് സ്പീഡുകളുണ്ട്, S1 S2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആപേക്ഷിക സ്പീഡാണ് കണ്ടത്, റിലേറ്റീവ് സ്പീഡാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് എതിർ ദിശയിലാണ് ഈ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ രണ്ടും കൂടെ കൂട്ടണം. അതായത് 55 km/h 45 km/h കൂടെ കൂട്ടണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ആപേക്ഷിക വേഗത, അതായത് സ്പീഡ് എന്ന് പറയുന്നത്. അത് 55-45 കൂടെ കൂട്ടിയാൽ 100 km/h ആണ്. നമുക്ക് സ്പീഡുമായി സ്പീഡ് 100 km/h ആപേക്ഷിക വേഗതയാണ് ഇവിടുത്തെ വേഗത. രണ്ട് വാഹനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇന്ന് ബിയിലേക്കുള്ള ദൂരം തന്നെ അതല്ല ബിന്ന് എയിലേക്കുള്ള ദൂരം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 km. നമുക്ക് സ്പീഡ് കണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ടൈമാണ് ചോദിച്ചേക്കുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? 120 ബൈ സ്പീഡ് എത്ര? ഈ ആപേക്ഷിക വേഗത നമ്മൾ കണ്ടുവച്ചേക്കുന്നത് 100. അതായത് 120/100. അതായത് ഇത് കട്ട് ചെയ്യുമ്പം 6/5 എന്ന് പറയാം. അത്രയും മണിക്കൂറാണ്. നമുക്ക് km/h തന്നെ. നമുക്കിവിടെ ഓപ്ഷനിൽ മിനിറ്റാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് മണിക്കൂർ, 1 മണിക്കൂർ എന്ന് പറയാൻ നമുക്കറിയാം. 1 മണിക്കൂർ 1 അവർ എന്ന് പറയാൻ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 6/5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണെന്ന് അറിയാൻ ഈ 6/5 60 തൊട്ട് ഗുണിക്കുക. അതായത് 5 60 തൊട്ട് 12 12 × 6 72 മിനിറ്റ് വരും. അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 72 മിനിറ്റ്. രണ്ട് വാഹനങ്ങൾ എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവയുടെ ആപേക്ഷിക വേഗത റിലേറ്റീവ് സ്പീഡാണ് വേണ്ടത്. അത് രണ്ടും കൂടെ കൂട്ടുക. ഒരേ ദിശയിലാണെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. അതിൻ്റെ ഇത് ഓഡ് 1 ഔട്ട്. ഇവിടെ 36 6ന്റെ സ്ക്വയർ ആണ്, 49 7ന്റെ സ്ക്വയർ ആണ്, 68 8ന്റെ സ്ക്വയറും ആണ്, 4ന്റെ ക്യൂബും ആണ്, 4 × 4 × 4. ഇവിടെ 81 9ന്റെ സ്ക്വയർ ആണ്. ബാക്കി എല്ലാം പൂർണ്ണവർഗ്ഗങ്ങളാണ്. ഓപ്ഷൻ സി അങ്ങനല്ല, സ്ക്വയറും ആണ് ക്യൂബും ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി 64 ഉത്തരം. ഇനി നമുക്ക് എഴുതി നോക്കാം. ലയണിനെ നമ്മൾ എങ്ങനെ ഇട്ടേക്കുന്നത്? PNKQ എന്നാണ് ഇട്ടേക്കുന്നത്. അതേ ഇത് തന്നെ വരണം നമുക്ക് ടൈഗറിന്, TIGER. എങ്ങനെയാണ് ഇത് കോഡ് ചെയ്തേക്കുന്നതെന്ന് ആദ്യം നോക്കാം. ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങളാണോ എങ്ങനെയാന്ന് എഴുതി നോക്കാം, എന്നാലേ മനസ്സിലാവും. L കഴിഞ്ഞിട്ട് MN. ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങൾ എഴുതി നോക്കാം ആദ്യം. ചിലപ്പോൾ 2 അക്ഷരങ്ങൾ കൂട്ടിയായിരിക്കും. എഴുതി നോക്കിയാലേ നമുക്കത് മനസ്സിലാവും. IJK NK ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. OP വിട്ടിട്ട് Q, ഒരു അക്ഷരം വിട്ടിട്ട് തൊട്ടടുത്ത അക്ഷരം എഴുതുക. NO വിട്ടിട്ട് P. ഇനി NKQ ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഈ അക്ഷരം എടുത്ത് ആദ്യം ഇട്ടാൽ മതി. അപ്പൊ നമ്മുടെ ഉത്തരം വരും PNKQ. അപ്പൊ അതേ മോഡലിൽ വേണം ഇത് എഴുതാൻ. TUV IJK GHI EFG RST. ഇനി ഈ T കൊണ്ടുവന്ന് ഇവിടെ എഴുതുക. അപ്പൊ ശരിയാവും. ഇവിടെ TVKIG വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതൊരിക്കൽ കൂടെ പറയാം. അക്ഷരങ്ങളോ അല്ല 2 അക്ഷരങ്ങൾ കൂട്ടിയോ അങ്ങനെയൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതെങ്ങനെ വന്നേക്കുന്നതെന്ന് നോക്കാം. അതായത് ഈ ലയണിനെ നമുക്ക് ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങൾ എഴുതി നോക്കാവുമെന്ന്. LMN IJ വിട്ടിട്ട് K എഴുതി, OP വിട്ടിട്ട് Q എഴുതി, NO വിട്ടിട്ട് P എഴുതി. ഇത് NKQ എന്നൊക്കെ വരുന്നുണ്ട്. ഈ P എടുത്ത് ഇങ്ങിപ്പുറം ഫസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് PNKQ എന്ന് കിട്ടും. നമുക്ക് ഇതുപോലെ തൊട്ടടുത്ത അക്ഷരങ്ങൾ ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങൾ എഴുതിയിട്ട് ലാസ്റ്റിലെ എടുത്ത് ഇവിടെ എഴുതി നോക്കാം. അതായത് TUV IJ വിട്ടിട്ട് K, GH വിട്ടിട്ട് I, EF വിട്ടിട്ട് G, RS വിട്ടിട്ട് T. ഇനി ഈ T എടുത്ത് ഫസ്റ്റിൽ കൊണ്ട് ഇതേ മോഡൽ വേണം. അപ്പൊ T ഇപ്പുറം കൊണ്ടുവരിക. TVKIG. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് കുറച്ച് നമ്മൾ ചിന്തിച്ചാലേ കിട്ടത്തുള്ളൂ. ഒന്നിടവിട്ട അക്ഷരങ്ങൾ എഴുതി നോക്കുക. ഒന്ന് കൂട്ടി വീതമാണോ, 2 അക്ഷരങ്ങൾ കൂട്ടി വീതമാണോ, 3 അക്ഷരങ്ങൾ കൂട്ടി വീതമാണോ നോക്കുക. മോഡൽ എങ്ങനെയാണ്? LMN IJ കഴിഞ്ഞിട്ട് K, OP വിട്ടിട്ട് Q, NO വിട്ടിട്ട് P. നമുക്കൊരു NKQ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഉത്തരത്തെ കോഡിങ്ങിൽ NKQ ഈ അക്ഷരം ഫസ്റ്റിൽ കൊണ്ടുവന്നിട്ടു. അതായത് ഈ അക്ഷരം ഫസ്റ്റിൽ കൊണ്ടുവന്നിട്ടു. ഇത് ഇവിടെ അങ്ങ് ക്യാൻസൽ ആക്കി. അപ്പൊ അതേ മെത്തേഡിൽ വേണം ഇവിടെയും ചെയ്യാൻ. ഇവിടെ ഒന്നിടവിട്ട അക്ഷരങ്ങൾ എഴുതി നോക്കും. ആദ്യം
യു വിട്ടിട്ട് വി, ഐ ജെ വിട്ടിട്ട് കെ, ജി എച്ച് വിട്ടിട്ട് ഐ, ഇനി ഇ എഫ് വിട്ടിട്ട് ജി, ഇനി ആർ എസ് വിട്ടിട്ട് ടി. ഇനി ഈ അക്ഷരം ഇതുപോലെ എടുത്ത് ഇതേ റിലേഷനിൽ വരാനെങ്കിൽ ഫസ്റ്റിൽ കൊണ്ടിട്ടാൽ മതി. ടി വി കെ ഐ ജി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ എ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 10 days ആൻഡ് ബി ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 15 days. ബി സ്റ്റാർട്ട്സ് വർക്ക് ഫോർ 5 days ആൻഡ് ദ എ കംപ്ലീറ്റ്സ് ദ വർക്ക്. then A completes the work. How many days did A work? എന്നിട്ട് എ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എ എത്ര ദിവസം വർക്ക് ചെയ്യുന്നത്. അതായത് എ 10 ദിവസവും ബി 15 ദിവസവും. 10ന്റെയും 15ന്റെയും കൂടെ LCM എന്ന് പറഞ്ഞാൽ 30 വരും. 10ന്റെയും 15ന്റെയും കൂടെ LCM 30. അപ്പൊ എയുടെ എഫിഷ്യൻസി ഈ LCMത്തെ എയുടെ ആ ഡേ കൊണ്ട് ഹരിക്കുക. അതായത് 30/10 3 വരും. ബിയുടെ എഫിഷ്യൻസി 30/15 2 വരും. അതായത് ആകെ 5. ഇവിടെ 5 ദിവസം കൊണ്ട് ബി തീർത്ത വർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഗുണം ബിയുടെ എഫിഷ്യൻസി, അതായത് 2 ഇട്ട് ഗുണിക്കുക 10. അപ്പോൾ ആകെ 30 ആണ്. 30ൽ 10 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? 20 വർക്കുണ്ട്. 20. അപ്പൊ എ ചെയ്തത് അറിയാൻ വേണ്ടി ഈ 20നെ 3 ഇട്ട് ഹരിക്കുക. അതായത് ആ ബാക്കിയുള്ളതിനെ 3 ഇട്ട് ഹരിക്കുമ്പോൾ 20നെ 3 വെച്ച് ഹരിക്കുമ്പോൾ 6ഉം ശിഷ്ടം എത്ര ആവുന്നത്? 2/3 കൊണ്ട് ഹരിച്ചപ്പോൾ. അതായത് 6ഉം 2/3 ആണ്. ഈ ക്വസ്റ്റ്യൻ എത്ര ക്ലിയർ അല്ല. 6ഉം 2/3. ഇപ്പൊ എ ബിയോട് ചേർന്നാണോ ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല. എ ഒറ്റയ്ക്കാണോ ചെയ്തത് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനാണ് സാധ്യത. ഇവിടെ 6ഉം 2/3 ആണ് ഇവര് ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയത്തില്ല. ദെൻ എ കംപ്ലീറ്റ്സ് ദ വർക്ക്. എ അലോങ് വിത്ത് ബി ആണോ അത് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. എ ഒറ്റയ്ക്കാണെങ്കിൽ 6ഉം 2/3. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. ബിയോട് ചേർന്നിട്ടാണോ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ഇവിടെ എ 10 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും അത് തമ്മിലുള്ള 10ന്റെയും 15ന്റെയും LCM 30. അതായത് എയുടെ എഫിഷ്യൻസി കാണാൻ 30നെ 10 കൊണ്ട് ഹരിക്കുന്നു. അപ്പം 3 വരും. ബിയുടെ എഫിഷ്യൻസി കഴിവ് കാണാൻ ജോലി ചെയ്യാനുള്ള കഴിവ് 30നെ 15 കൊണ്ട് ഹരിക്കുന്നു 2 വരും. അപ്പം ബി 5 ദിവസം കൊണ്ട് തീർത്ത ജോലി എത്രയാണെന്നറിയാൻ 5 ഗുണം ബിയുടെ എഫിഷ്യൻസി 2 ഇട്ട് ഗുണിച്ചാൽ മതി 10. അതായത് ആകെ 30 ജോലിയാണ്. 30ൽ 10 പോയി കഴിഞ്ഞാൽ ബാക്കി 20 ഉണ്ട്. എ ഒറ്റയ്ക്കാണെങ്കിൽ 6ഉം 2/3 വരും. അലോങ് വിത്ത് ബി ആണോ എങ്ങനെയാണെന്ന് അറിയില്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ക്വസ്റ്റ്യൻ തെറ്റാണ്. ജോമെട്രിക് പ്രോഗ്രഷന്റെ ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. ഇഫ് ദ സം ഓഫ് 3 ടേംസ് ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ സമഗുണിത പ്രോഗ്രഷൻ അത് 21ഉം അതിന്റെ ഗുണനഫലം 3 ടേംസിന്റെ ഗുണനഫലം 216 ആയാൽ അതിന്റെ കോമൺ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് AP അല്ല, ഇത് GP. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തൊട്ടടുത്തടുത്ത 3 ടേമുകൾ A/R AAR എന്ന് എടുക്കുക. അല്ലെങ്കിൽ AAR AR² എന്ന് എടുക്കുക. അതായത് ഈ 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 കിട്ടും. 8നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 16 കിട്ടും. അതായത് പൊതുഗുണിതം കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ടേമിനെ ആദ്യത്തെ ടേം കൊണ്ട് ഹരിക്കുക. അതായത് 2 കിട്ടും. മൂന്നാമത്തെ ടേമിന് A3/A2 അതും 2 കിട്ടും. 16/8 2 കിട്ടും. ഇവിടെ എല്ലാം 2 വീതം ഗുണിച്ചാണ് എഴുതിയേക്കുന്നത്. അവിടെ കോമൺ റേഷ്യോ 6 എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ 3, 9, 27, 81. 3ന്റെ കൂടെ 3 ഗുണിച്ചു 9. 9ന്റെ കൂടെ 3 ഗുണിച്ചു 27. 27ന്റെ കൂടെ 3 ഗുണിച്ചു 81. അതായത് പൊതുഗുണിതം പൊതുവായിട്ടുള്ള സംഖ്യയാണ് ഗുണിച്ച് എഴുതിയേക്കുന്നത്. അതിന് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയും. ഒരു സംഖ്യയുടെ തൊട്ട് മുമ്പത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും. അതായത് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ 9നെ 3 കൊണ്ട് ഹരിക്കുക 3 കിട്ടും. 27നെ അതിന് മുമ്പുള്ള ടേം കൊണ്ട് ഹരിക്കുക 9 കൊണ്ട് ഹരിക്കുക 3 കിട്ടും. ഇവിടെ 81നെ 27 തൊട്ട് മുമ്പുള്ള ടേം കൊണ്ട് ഹരിക്കുക. അതായത് അങ്ങനെയാണ് കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക. കോമൺ റേഷ്യോ ആണ് ഒരു സംഖ്യ പദത്തിന്റെ തൊട്ട് മുമ്പുള്ള ടേം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെ എത്ര വെച്ചാൽ ഗുണിച്ച് എഴുതിയേക്കുന്നത് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഇതിന്റെ 3 ടേം അതായത് ഗുണിച്ചായിരുന്നു കോമൺ റേഷ്യോ കാണാൻ. ഇപ്പൊ ഈ GPയുടെ 3 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുക്കാം. 2 രീതിയിൽ എടുക്കാം. A/R
എ എ ആർ. അതായത് എ ബൈ ആറിനെ വീണ്ടും ആ പൊതുഗുണിതം വെച്ച് ഗുണിക്കുമ്പോൾ രണ്ടാമത്തേത് കിട്ടും, എ, രണ്ടാമത്തെ ടേം. ഇനി ഈ എയെ വീണ്ടും ആ പൊതുഗുണിതം വെച്ച് ഗുണിക്കുമ്പോൾ കോമൺ റേഷ്യോ വെച്ച് ഗുണിക്കുമ്പോൾ എ ആർ കിട്ടും. അപ്പൊ ഈ 3 ടേമുകൾ എ ബൈ ആർ എ ആറിന് എടുക്കാം. 6 ഗുണിച്ചിട്ടാണ് എ ബൈ ആറിന്റെ കൂടെ 6 ഗുണിക്കുമ്പോൾ 6 ക്യാൻസലായി എ കിട്ടും. ഈ എയുടെ കൂടെ വീണ്ടും 6 ഗുണിക്കുമ്പോൾ എ ആർ കിട്ടും. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് കാൽക്കുലേഷൻ ഈസി ആയിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് എ ആർ സ്ക്വയർ അങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്താൽ കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും എളുപ്പം. എ ബൈ ആർ അതിൻ്റെ കൂടെ 6 ഗുണിക്കുമ്പോൾ 6 കൂടെ കട്ടായി എ കിട്ടും. അതിൻ്റെ കൂടെ വീണ്ടും 6 ഗുണിക്കുമ്പോൾ അടുത്ത ടേം കിട്ടും. ഇത് 3ഉം കൂടെ ഗുണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 216 തന്നിട്ടുണ്ട് ചോദ്യത്തില്. ഈ 6 കൂടെ കട്ട് ചെയ്ത് പോകും. അതിന് എളുപ്പത്തിനാണ് നമ്മൾ ഇങ്ങനെ എടുക്കാൻ പറയാം. എ ബൈ ആർ എ ആർ. എ ബൈ ആറിനെ 6 വെച്ച് ഗുണിക്കുമ്പോൾ എ കിട്ടും. ആ ടേമിനെ വീണ്ടും 6 വെച്ച് ഗുണിക്കുമ്പോൾ അടുത്ത ടേം കിട്ടും, എ ആർ. എ ബൈ ആർ എ ആർ. അത് ഓർത്തിരിക്കുക. ഇത് കട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എന്തുണ്ട്, എ ക്യൂബാണ്. എ ക്യൂബ് എന്ന് പറയുന്നത് 216 216 എന്തിന്റെ ക്യൂബാണ്? വിച്ച് ഇംപ്ലൈസ് എ ക്യൂബ് സമം 6 ക്യൂബ് വരും. കൃത്യങ്ക നിയമം അനുസരിച്ച് ഇവിടെ പവേഴ്സ് രണ്ടും തുല്യമാണ്. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് ഇക്വേറ്റ് ചെയ്ത്, അതായത് എയുടെ വില 6 വരും. പവേഴ്സ് രണ്ടും തുല്യമായാൽ ബേസ് ഇക്വേറ്റ് ചെയ്യുക, അതായത് എയുടെ വില കിട്ടുക നമുക്ക് 6 ആണ്. ഇനി നമുക്ക് ഓപ്ഷനിൽ നിന്ന് നോക്കാം. ഇവിടെ 3 കൊടുത്തു നോക്കാം. അതായത് എ ബൈ ആർ എ ആർ. നമ്മുടെ ടേം എങ്ങനെയാണ്? എ ബൈ ആർ എ ആർ. അപ്പൊ നടുക്കലത്തെ ടേം നമുക്ക് കിട്ടിയത്, അതായത് 6. ഇനി നമുക്ക് ഓപ്ഷനിൽ നോക്കാം. ഈ 6 ഇട്ട് ഇങ്ങോട്ട് ഗുണിക്കുക, ഇവിടെ 6 ഇട്ട് ഹരിക്കുക, അതിന്റെ മുമ്പിലത്തെ ടേം കിട്ടാൻ. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എത്ര വരും? 6 എ ആർ വരും. എ ബൈ ആർ എ ആർ. എ കിട്ടി നമുക്ക് 6. എ നടുക്കലത്തെ ടേം. പിന്നെ ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ 3 ആണെങ്കിൽ 6ന്റെ കൂടെ 3 ഗുണിക്കുമ്പോൾ എയുടെ കൂടെ 3 ഗുണിച്ചാൽ 18. അപ്പൊ ആ ഓപ്ഷൻ പറ്റില്ല. കാരണം 18 6 കൂടെ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് 21 കൂടുതൽ വരും. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല. 5 തീരാൻ പറ്റില്ല, അത് 21 കൂടുതൽ വരും. 3 ഗുണിക്കുമ്പോഴേ അങ്ങനെ വരും. അപ്പൊ ഈ 3ൽ താഴെയുള്ള ടേം ഗുണിച്ചു നോക്കാം. 3 വരുമ്പോഴേ 21 കൂടുതൽ വരും. 3ഉം കൂടെ കൂട്ടുമ്പോൾ 21 കൂടുതൽ വരും. 3 കൂടെ ഗുണിക്കുമ്പോൾ 216 കിട്ടണം. അതായത് ഇവിടെ 2 ഇട്ട് ഗുണിച്ച് നോക്കാം. ഈ 3നേക്കാൾ താഴെയുള്ള സംഖ്യ നോക്കിയാൽ മതി. ഇത് 2 നോക്കുമ്പോൾ അതിലെല്ലാം 3 കൊട്ടുമ്പോൾ തന്നെ 3 ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഇവിടെ 21 കൂടുതൽ വരും. അപ്പൊ 4ഉം 5ഉം നോക്കണ്ട. ഇനി 2 ഇട്ട് നോക്കാം. 6ന്റെ കൂടെ എ ആർ. മൂന്നാമത്തെ ടേം എ ആർ. ഇതിന്റെ കൂടെ 2 ഇട്ട് ഗുണിച്ച് നോക്കാം. 6 ഗുണം 2 12. ഇനി എ ബൈ ആർ. എ എന്ന് പറയുന്നത് നടുക്കലത്തെ ടേം. 6 ബൈ 6. 6 2 നോക്കാം. 6 ബൈ 2 3. ഇനി ഇത് 3ഉം കൂടെ കൂട്ടി നോക്കുമ്പോൾ 21 കിട്ടും. ഇത് 3ഉം കൂടെ ഗുണിച്ച് നോക്കിയാൽ 216 കിട്ടും. അപ്പൊ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ഇവിടുത്തെ കോമൺ റേഷ്യോ 2 ആണ്. ഇതൊക്കെ കൂടെ പറയാം. ഇവിടെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് തന്നേക്കുന്നത്. സമഗുണിത പ്രോഗ്രഷൻ എന്ന് പറയും മലയാളത്തിൽ. സമഗുണിത പ്രോഗ്രഷൻ. ആ പ്രോഗ്രഷന്റെ പ്രത്യേകത എന്താ? അതായത് 2 ടേം വന്നാൽ 2 ഗുണം 2 4. 4 ഗുണം 2 8. 8 ഗുണം 2 16. ഇങ്ങനെ അങ്ങോട്ട് പോകും. 2 വീതം ഗുണിച്ചാണ് എഴുതിയേക്കുന്നത്. ആദ്യത്തെ ടേമിന് മറ്റേ എ പി സമാന്തര പ്രോഗ്രഷൻ ആണെങ്കിൽ അങ്ങനെയല്ല, കൂട്ടി വരും. 2 + 4 4 + 2 6 + 2 അങ്ങനെ 2 വീതം കൂട്ടി വരും. ഇവിടെ ഗുണിച്ചിട്ടാ വരുന്നത്. ഒരു പൊതുവായിട്ടുള്ള ഒരു പൊതുഗുണിതം കോമൺ റേഷ്യോ ഇട്ട് ഗുണിക്കുന്നത്. അതായത് 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 വരും. ഇനി 8 അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. 8 ബൈ 4. 16 ബൈ 2 8 എന്ന് പറഞ്ഞാൽ 2. ഇവിടെ A4 ബൈ A3 എന്ന് പറഞ്ഞാൽ 2. ഇനി A3 ബൈ A2 എന്ന് പറഞ്ഞാൽ 2. A2 ബൈ A1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഇത് കാണാൻ ഒരു പദത്തിന്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെ ഏത് സംഖ്യ വെച്ച് ഗുണിച്ചായിട്ടേക്കുന്നത് നോക്കിയാലും മതി. വേറൊരു എക്സാമ്പിൾ പറയാം. 5 10 12 20 22 40 അങ്ങനെ 2 വീതം ഗുണിച്ചിട്ട്. ഇനി വേറൊരെണ്ണം പറയാം. 3 3 9 9 3 27 27 3 81. ഇതെല്ലാം 3 ആണ് ഇവിടുത്തെ കോമൺ റേഷ്യോ. അതായത്
9നെ 3 വെച്ച് ഹരിക്കുമ്പോൾ 3 കിട്ടും. 27നെ തൊട്ട് മുമ്പുള്ള സംഖ്യ 9 വെച്ച് ഹരിക്കുമ്പോൾ 3 കിട്ടും. 81നെ 27 വെച്ച് ഹരിക്കുമ്പോൾ 3 കിട്ടും. ഇങ്ങനെയുള്ള പ്രോഗ്രഷനെയാണ് നമ്മൾ GP അഥവാ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ പൊതുഗുണിതമാണ്, അതായത് കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ കാണാൻ ഒരു ടേമിനെ അതിൻ്റെ തൊട്ടടുത്തുള്ള തൊട്ട് മുമ്പുള്ള ടേം കൊണ്ട് ഹരിച്ചാൽ മതി. ഏത് സംഖ്യയാണോ പൊതുവെ ഗുണിച്ചെഴുതിയേക്കുന്നത് അത് നോക്കിയാൽ മതി. ഇവിടെ ട്രെയിനിൻ്റെ ദൂരമാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റർ. ഇവിടെ ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, ആളിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ട്രെയിനിൻ്റെ സ്പീഡ് 72 km/h, ആളിൻ്റെ സ്പീഡ് 6 km/h. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അവ തമ്മിലുള്ള വ്യത്യാസമാണ് റിലേറ്റീവ് സ്പീഡ്, ആപേക്ഷിക വേഗത. അതാണ് നമുക്ക് കണ്ട 66 km/h. നമുക്കിവിടെ ഓപ്ഷനെല്ലാം m/s ആയതുകൊണ്ട് ഈ 66നെ 5/18 ഇട്ട് ഗുണിക്കണം m/s ആക്കാൻ. നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഹൗ ലോങ് വിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര 150 ബൈ സ്പീഡ് എത്ര നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 66 × 5/18. 150/66 അങ്ങനെ തന്നെ ഇടും. ഈ 5/18 തിരിച്ചിട്ട് ഗുണിക്കുക 18/5. അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ 5 30. ഇനി 6 വെച്ച് കട്ട് ചെയ്യുക. 3 വെച്ച് കട്ട് ചെയ്യുക. 66 × 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 11 3, അതായത് 30 × 3 90/11 എന്ന് വരും. 90/11 എന്ന് പറഞ്ഞാൽ 8.18 വരും. അത്രയും സെക്കൻഡ്. 8.18 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം. അത് അപ്രോക്സിമേറ്റ് 8.2. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് ഓർത്തിരിക്കുക. ട്രെയിനിൻ്റെ സ്പീഡും ആളിൻ്റെ സ്പീഡും തന്നിട്ടുണ്ട്. രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് തമ്മിൽ കുറയ്ക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എത്രയാണ് 66 km/h. ഇവിടെ ഓപ്ഷനെല്ലാം സെക്കൻഡിലായതുകൊണ്ട് m/s ആക്കുക. 5/18 ഇട്ട് ഗുണിക്കുക. അതായത് ഈ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അതായത് ടൈമാണ് ചോദിച്ചേക്കുന്നത്. 150 ഡിസ്റ്റൻസ് ബൈ സ്പീഡ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് m/s. അതായത് 150/66 അങ്ങനെ തന്നെ ഇടും. ഈ 5/18 അടിയിലുള്ളത് തിരിച്ചിട്ട് ഗുണിക്കും, ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇത് 90/11 കിട്ടും 8.18. അതായത് 8.2. 18 സെക്കൻഡ് എന്ന് പറയാം. 8.2 അപ്രോക്സിമേറ്റ്. ഇവിടെ ഈ തന്നേക്കുന്ന ബന്ധം തന്നെ വേണം ഇവിടെ എഴുതാൻ. ലയൺ ഈസ് ടു കാർണിവോർ ആസ് കൗ ഈസ് ടു. കാർണിവോർ എന്ന് പറഞ്ഞാൽ മാംസബുക്ക്, കൗ എന്ന് പറയുന്ന ഒരു സസ്യബുക്കാണ്. അതായത് ഹെർബിവോർ വരും. ഹെർബിവോർ ഓപ്ഷൻ സി ആണ് ഉത്തരം. ലയൺ ഒരു മാംസബുക്കാണെങ്കിൽ പശു ഒരു സസ്യബുക്കാണ്. അതായത് ഹെർബിവോർ എന്ന് വരും. ഇവിടെ 3:45 സമയത്തിൽ ഈ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള നീഡിലും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈ ഫോർമുല ഓർത്തിരിക്കണം. 30h - 11/2m. h എന്ന് പറഞ്ഞാൽ അവർ, m എന്ന് പറഞ്ഞാൽ മിനിറ്റ്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ കേവല മൂല്യം എന്ന് പറയും. അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ നെഗറ്റീവ് വരുന്നെങ്കിലും നമ്മൾ ആംഗിൾ മെഷർ ആയതുകൊണ്ട് അത് എടുക്കത്തുള്ളൂ. അതായത് 30 ഗുണം മണിക്കൂർ എത്ര 3 -11/2 × 45. അതായത് 157 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഇതാണ്. ഇത് നെഗറ്റീവ് വരും, പക്ഷേങ്കിൽ അതിൻ്റെ കേവല മൂല്യം എന്ന് പറയും. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയാൻ നെഗറ്റീവ് ഇല്ലാതെ എടുത്താൽ മതി, ആംഗിൾ മെഷർ ആയതുകൊണ്ട്. അതായത് ഈ ഫോർമുല ഓർക്കുക. 30h - 11/2m. 30h ഇവിടെ മണിക്കൂർ എത്ര 3 മണി 45 മിനിറ്റ്. അതായത് മണിക്കൂർ എന്ന് പറയുന്നത് 3. 30 × 3 -11/2 × മിനിറ്റ് 45. അതായത് 30 × 3 90 മൈനസ് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് കൺസിഡർ ചെയ്യത്തില്ല. 90 മൈനസ് 11/2 പറഞ്ഞാൽ 5.5 × 45. അതായത് 257 90 കുറയ്ക്കുക 157 വരും. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ അത് നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യേണ്ട. 157 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 5x + 8y. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ നോട്ട് ഇൻ ദ ടേം 5x + 8y വേർ x ആൻഡ് y ആർ നോൺ നെഗറ്റീവ് ഇൻഡിയേഴ്സ്. നോൺ നെഗറ്റീവ് ഇൻഡിയേഴ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3 എക്സെട്ര. നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 എക്സെട്ര കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഇതങ്ങ് അവോയ്ഡ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറയാം. 5x + 8y. ഈ 5ഉം 8ഉം തമ്മിൽ കോമൺ ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും സാധാരണ വരാൻ സാധ്യത. അത് രണ്ടും കൂടെ ഗുണിക്കുക. 5 × 8 40.
ഈ ആ സംഖ്യ രണ്ടും കൂടെ അങ്ങ് കൂട്ടുക 13. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി 27. ഓപ്ഷൻ ഇതിന് പകരം ചിലപ്പോൾ 2x + 3y എന്ന് വന്നാലും ആ രീതിയിൽ ചെയ്യാം. 2ഉം 3 തമ്മിൽ കോമൺ ഫാക്ടർ ഇല്ലല്ലോ, ഒന്നല്ലാതെ വേറെ കോമൺ 3ഉം 5ഉം അങ്ങനെയൊക്കെ വന്നാൽ 7ഉം 5ഉം ഒക്കെ വന്നാൽ 7x + 5y അല്ല 5x + 7y അങ്ങനെ വന്നാൽ ആ സംഖ്യകൾ രണ്ടും കൂടെ ഗുണിച്ചെഴുതുക. ഈ എക്സിൻ്റെയും വൈയുടെയും കൂടെയുള്ള സംഖ്യകൾ 5ഉം 8ഉം ഗുണിച്ചെഴുതുക, അത് രണ്ടും കൂടെ കൂട്ടി എഴുതുക. അത് തമ്മിലുള്ള ഡിഫറൻസ് ഓപ്ഷൻ സി ആണ് ഉത്തരം. 7⁻1 ഒറ്റയുടെ സ്ഥാനം 1. 7² 49 വരും, ഒറ്റയുടെ സ്ഥാനം 9. 7³ 3 വരും, ഒറ്റയുടെ സ്ഥാനം 7 3 തവണ ഗുണിച്ച് 340. 7⁴ 1 വരും, ഒറ്റയുടെ സ്ഥാനം. ഇവിടെ 103-നെ പവറിനെ അങ്ങ് 4 വെച്ച് ഹരിക്കുക, ശിഷ്ടം 3 വരും. 3 വരുന്ന ഏത് വരിയിലാണെന്ന് നോക്കണം. 3 വരും ഒറ്റയുടെ സ്ഥാനത്തേക്ക്. അപ്പോൾ ഈ 17⁻103-ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 3, ഒറ്റയുടെ സ്ഥാനത്തേക്ക് 3 ആയാൽ ആ സംഖ്യ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശ്രീമാസും ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.